വചനമൊഴി ജൂലൈ 26. വചനഭാഗം 1 കോരിന്തോസ് 7:8-16, മത്തായിയുടെ സുവിശേഷം 19:1-12. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ ഗലീലി വിട്ട് ജോർദാന് അക്കരെ യൂദയ പ്രദേശങ്ങളിലെത്തി. വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടില്ലേ? സൃഷ്ടാവ് ആദ്യം മുതൽ തന്നെ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവൻ തുടർന്നു, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരും. തന്മൂലം മേലിലവർ രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുകയാണല്ലോ ഭേദം. അവൻ അവരോട് പറഞ്ഞു, ആർക്കു നൽകപ്പെട്ടുവോ അവരല്ലാതെ മറ്റാരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്ലീഹാകാലത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച്. ഭാര്യാഭർത്തൃബന്ധം ദൈവഹിതമനുസരിച്ച് രൂപപ്പെടുന്നതാണെന്നും ദൈവഹിതമനുസരിച്ച് മുന്നോട്ടു പോകേണ്ടതാണെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. വിവാഹമെന്ന കുദാശയിലൂടെ ദൈവമാണ് ഭാര്യാഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. മോശയുടെ നിയമത്തിന്റെയും ഈശോയുടെ പഠിപ്പിക്കലിന്റെയും ആത്യന്തികമായ ലക്ഷ്യം സ്ത്രീയും പുരുഷനും വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നായി മാറുകയും ഒരുമയിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ ജോവാക്കീമിന്റെയും അന്നയുടെയും തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. മിശിഹായുടെ രക്ഷാകര പദ്ധതി കുടുംബങ്ങളിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുവന്നു പോകുന്നത്. മിശിഹായ്ക്ക് പിറക്കുന്നതിനും ഒരു കുടുംബത്തെ അവിടുന്ന് തയ്യാറാക്കുകയായിരുന്നു. ഇന്നും കുടുംബങ്ങളിലൂടെ വേണം മിശിഹ അനുഭവം പങ്കുവെക്കുവാനും രക്ഷാകര അനുഭവം പങ്കുവെക്കുവാനും. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കീമിന്റെയും അന്നയുടെയും തിരുനാൾ ആചരിച്ചുകൊണ്ട് മിശിഹായുടെ പിറവിക്ക് ഒരുക്കുന്ന കുടുംബ പശ്ചാത്തലമാണ് നാം കാണുന്നത്. മിശിഹ കുടുംബത്തിൽ വന്നു പിറന്ന് കുടുംബത്തിന്റെ മഹത്വം പ്രഘോഷിക്കുകയാണ്. നമുക്കും ഈ തിരുനാൾ ആചരിക്കുമ്പോൾ കുടുംബങ്ങളിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസ തീക്ഷ്ണതയെ മുറുകെ പിടിക്കുവാനും ആ വിശ്വാസം ജീവിച്ച് ഈശോയ്ക്ക് സാക്ഷി നൽകുവാനും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.